ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ വേണം മാലയിടാൻ. അതായത് വളരെ വിനീത വിധേയനായി ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന വി.ഡി. സതീശന് ഗോൾവാൾക്കറുടെ ശിഷ്യനെ RSSകാരനായ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ട്. മിനിമം ചോദിക്കുന്ന പ്രതിനിധിക്ക് നിങ്ങളുടെ മാധ്യമമെങ്കിലും ഒന്ന് കാണണം. നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത എൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം പിന്നീട് ഒരു കാർഡായിട്ടും നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വാചകം എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് മറുപടി പറയട്ടെ. എന്താ വാചകം എന്നറിയാമോ? അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ അതിനെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ നിലപാട്. മന്ത്രി MP രാജേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് സന്ദീപ് വാര്യർ എന്ന BJP നേതാവിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MP രാജേഷ്. സന്ദീപ് വാര്യരെ പോലെ വർഗീയ നിലപാടുകൾ ഏറെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യൻ ഗോൾവൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ കുനിഞ്ഞു നിന്ന് ദീപം തെളിയിച്ച V.D. സതീശൻ തന്നെയാണെന്ന കാര്യം MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം ഇന്ന് V.D. സതീശനോടോ സന്ദീപ് വാര്യരോടോ വാർത്താ സമ്മേളനത്തിനിടെ കടുത്ത ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാത്ത മാധ്യമപ്രവർത്തകർ ഇന്ന് MP രാജേഷിനോട് മുൻപ് സന്ദീപ് വാര്യരെ CPMലേക്ക് സ്വാഗതം ചെയ്തിരുന്നില്ലേ എന്ന വിഡ്ഢി ചോദ്യം ചോദിച്ചപ്പോൾ അതിന് കൃത്യവും വ്യക്തവുമായൊരു മറുപടി കൂടി MP രാജേഷ് നൽകുകയുണ്ടായി. മാധ്യമപ്രവർത്തകരെ വായടപ്പിച്ചുകൊണ്ടുള്ള MP രാജേഷിന്റെ ആ മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എന്താ ബഹുഭൂരിപക്ഷ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. നടത്തിയ എല്ലാ പ്രസ്താവനകളുമില്ലേ, അതെല്ലാം അല്ല, ആ പ്രസ്താവനകളെല്ലാം അവിടെ കിടക്കല്ലേ. ആ പ്രസ്താവനകൾ ടയർ കഴുത്തിലിട്ട് ചുട്ടുകൊല്ലണം എന്ന് തുടങ്ങിയ പ്രസ്താവനകൾ, ഊട്ടക്കൊല നടത്തി കുഴിച്ചു മൂടണം, അപ്പോൾ ഒതുങ്ങും, അനുഭവം ഗുരു, ഇതൊക്കെയാണ് പ്രസ്താവനകൾ. ഈ പ്രസ്താവനകളെല്ലാം അവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. ബാലേട്ടൻ പൊതുവെ ഒരാളെ നിങ്ങൾ അതെന്താ പ്രശ്നം അറിയോ? ശ്രീ V.D. സതീശൻ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ട് ആ ഭാഷയിൽ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. താങ്കളടക്കമുള്ള ആരും ഈ വിഷയങ്ങളൊന്നും അന്ന് ഉന്നയിച്ചിരുന്നില്ല. നിലപാട് മാറ്റിയാണെങ്കിൽ സ്വീകരിക്കാമെന്ന നിലപാട് നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്തതാ. മിനിമം ചോദിക്കുന്ന പ്രതിനിധിക്ക് നിങ്ങളുടെ മാധ്യമമെങ്കിലും ഒന്ന് കാണണം. നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത എൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം പിന്നീട് ഒരു കാർഡായിട്ടും നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വാചകം എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് മറുപടി പറയട്ടെ. എന്താ വാചകം എന്നറിയാമോ? അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ അതിനെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, ഞങ്ങൾ അദ്ദേഹമായിട്ട് ചർച്ച നടത്താവുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നില്ല. ചർച്ച നടത്തണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ചർച്ച നടത്തണമെങ്കിൽ എന്ത് വേണമായിരുന്നു? രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാത്തടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ആരെയാണ്? ഡോക്ടർ സരീനെ പോലെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചവരെ. ഇവർ സ്വീകരിക്കുന്നത് ആരെയാണ്? ന്യൂനപക്ഷത്തെ കൂട്ടക്കൊല ചെയ്യണമെന്നും ഒന്ന് കുഴിച്ചു മൂടണമെന്നും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ. പിന്നെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തന്നെ വേണം മാലയിടാൻ. അതായത് വളരെ വിനീത വിധേയനായി ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വണങ്ങി നിൽക്കുന്ന V.D. സതീശന് ഗോൾവാൾക്കറുടെ ശിഷ്യനെ RSSകാരനായ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ എല്ലാ യോഗ്യതയുമുണ്ട്. പാലക്കാട് തകർന്ന് തരിപ്പണമാവും. UDFന്റെ ഈ ശവമേടകത്തിൽ പാലക്കാട്ട് അവസാന ആണിയടിക്കുന്നതാണ് ഈ രംഗപ്രവേശനം. എന്താ സംശയം? തകർന്ന് തരിപ്പണമാവും. ചില്ലുപാത്രം വീണിറങ്ങുന്നത് പോലെ ചെതറിത്തെറിക്കും.